ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ അനുഗ്രഹീതമായ റാന്നി 21ാമത് റാന്നി കൺവെൻഷൻ്റെ 5ാമത് രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധ പാദപ്പെടുത്തി നമുക്കായിരിക്കാൻ ദൈവം ഇടയാക്കി തോർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മോടൊപ്പം തിരുവചനം പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവദാസൻ പാസ്റ്റർ എൻ പീറ്റർ പാറശാലയിലെ നമ്മൾ കാത്തിരുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ നമ്മളൊപ്പം ഉണ്ട്. എന്നാൽ പ്രാരംഭമായിട്ട് നാം ഒരു സാക്ഷ്യത്തിന് വേണ്ടി കേൾവിക്കായിട്ട് ഒരുങ്ങുകയാണ്. ഈ നമ്മളിരിക്കുന്ന ഈ ചർച്ച് ഡിസൈൻ ചെയ്യുവാൻ അതിൻ്റെ ആർക്കിടെക്റ്റായിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയ സഹോദരൻ പ്രിയ മിറ്റിച്ചാന്. അദ്ദേഹം കേരളത്തിലെ പ്രശസ്തരായ ആർക്കിടെക്റ്റുകളിൽ ഒരാളാണ്. എന്നാൽ അതിനുശേഷം കർത്താവിനെ അറിയുവാൻ, കർത്താവിൻ്റെ പൈതലായി മാറുവാൻ, ഒരു കർത്തൃ വേലക്കാരനായി തീരുവാൻ ഒക്കെ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തു. വളരെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവത്തോടൊരു ആലോചനയൊക്കെ ചോദിച്ചാണ് ഈ ചർച്ച താൻ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈനിങ്ങിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോടൊരു വെളിപ്പാടൊക്കെ ചോദിച്ചുള്ള ഒരു ഡിസൈനാണ് ഈ അദ്ദേഹം അന്ന് ചെയ്തത്. തന്നെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നിരന്തരമായിട്ട് പ്രിയപ്പെട്ട ഈ ദിവസങ്ങൾ മിറ്റിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ശാരീരികമായ പ്രയാസത്തിലൂടെ താൻ കടന്നു പോകുന്നു. എങ്കിലും സർവശക്തനായ ദൈവം തന്നെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതിനിടയിൽ മരണകരമായ അനുഭവങ്ങളിലേക്ക് പലവട്ടം വഴുതി വീണെങ്കിലും കർത്താവ് അവിടെ നിന്നൊക്കെ കരം പിടിച്ച് ഉയർത്തി ഇന്ന് ജീവൻ്റെ സാക്ഷിയായി നമ്മുടെ നടുവിലിരുപ്പാൻ ദൈവടിയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളെ നമുക്ക് എല്ലാവരും കരം നീട്ടി തൻ്റെ ദാസനെ ഒന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് തൻ്റെ ദാസനെ ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ജീവൻ്റെ സാക്ഷ്യങ്ങൾ താൻ പങ്കുവയ്ക്കുമ്പോൾ അതെനിക്കും ഞങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി മാറുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിറ്റിച്ചാരൻ ചേച്ചി ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കാര്യങ്ങൾ നിൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. ഇന്ന് കർത്താവെ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ താൻ ഡിസൈൻ ചെയ്ത ഈ ചർച്ചിൻ്റെ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് കർത്താവെ താൻ ദൈവ വചനം, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അത് അനുഗ്രഹമായി മാറുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് എല്ലാ മഹത്വവും കൊടുക്കുന്നു. ഇങ്ങനെയൊരു അവസരം തന്ന കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് പാസ്റ്ററിന്, മനു ബ്രദറിന്, ലീഗ പാസ്റ്ററിന് എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു. പ്രിൻസ് പാസ്റ്റർ ഞാനും കൂടെ എനിക്കൊന്ന് ഒരു 20 വർഷത്തിൽ കൂടുതലായിട്ടുള്ള പരിചയമാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, അന്നും ഇന്നും ഒരേ ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹം എത്രത്തോളം വളർന്നു, ആത്മീയമായിട്ട് അദ്ദേഹം ഏത് നിലയിൽ നിൽക്കുന്നു. പക്ഷേ അന്നും ഇന്നും ആ എളിമയുടെ അല്ലെ സ്നേഹത്തിൻ്റെ ഒരു അപ്പസ്വലായിട്ട് കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ശരിക്കും റാന്നിക്ക് കിട്ടിയ ഒരു അഭിമാനമാണ്, കർത്താവിൻ്റെ വലിയൊരു ദാനമാണ്. അതോർത്ത് നന്ദി പറയാം. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് വളരെ നന്നായിട്ടറിയാം. റാന്നിക്ക് വേണ്ടി ചെയ്ത, ചർച്ചിന് വേണ്ടി ചെയ്ത, ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പോലും ശ്രദ്ധിക്കാതെ, കുടുംബജീവിതം പോലും ശ്രദ്ധിക്കാതെ വളരെയധികം ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കർത്താവ് പ്രതിഫലം കൊടുക്കട്ടെ. ഓക്കെ, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പൂർണ്ണ നിയന്ത്രണം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ്റെ ബുദ്ധിയിൽ ഒരു വാക്ക് പോലും പറയാൻ അനുവദിക്കരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം, ആത്മീയ വർധന ലഭിക്കണം, ആശ്വാസം ലഭിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുറേ നാൾ മുമ്പ് ഒരു പ്രശസ്തനായ ദേവദാസനോട് അദ്ദേഹത്തെ പരീക്ഷിക്കാനായിട്ട് ഒരു അവിശ്വാസിയായ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ദൈവം സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നല്ലോ, എന്താ അതിൻ്റെ പ്രൂഫ്? അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ വളരെ രസകരമായിട്ട്, നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കർത്താവ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട്. കർത്താവിനെ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മൾ എബ്രായ ലേഖനം 5:12-5 വായിക്കുമ്പോൾ ആരെങ്കിലും അച്ഛനും വായിച്ചില്ല? എബ്രായർ 12:5 ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് എൻ്റെ സാക്ഷ്യത്തിലോട്ട് കിടക്കാം. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഡിസിപ്ലിനിങ്, അതാ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇതിൽ കൂടെ ഒരു പ്രൂഫ് എന്താ? അങ്ങനെ ഒരു ഡിസിപ്ലിനിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. വായിച്ചോ. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? മതി. ഞാൻ രാമുഖമായിട്ട് പറയുന്നതേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനിങ് വരുമ്പം നമ്മൾ കാണുന്നത്, ഞാൻ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഈ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമുക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക്, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക്, കർത്താവിനേക്കാൾ വിശ്വാസം മെഡിക്കൽ സയൻസാണ്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം അല്ല ടാൻജിബിളായിട്ടുള്ള അത് മെഡിക്കൽ സയൻസാണ്. കർത്താവ് സൗഖ്യമാക്കുമെന്ന് വചനം പറയുന്നുണ്ട്, ബൈബിളിൽ പല ഭാഗത്ത് പറയുന്നുണ്ട്. അത് നമുക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു, ഉടനെ ഒട്ടുമിക്ക എല്ലാവരും ഒന്നല്ല പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കരുത്. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് ഒന്നുകിൽ ആദ്യമേ ഗൂഗിൾ സെർച്ച് ചെയ്യും ഇതിന് എന്താണ് പരിഹാരം, അല്ലെങ്കിൽ ഉടനെ ബന്ധുക്കളെ വിളിക്കും, അവരുടെ ബലമുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധുക്കളെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ, ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എവിടെയാണ്, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എവിടെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ആശ്രയത്വം. എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ ആശ്രയത്വം ആദ്യം കർത്താവിൽ. ഹല്ലേലൂയ. കാരണം ഇത്രയും ഉറപ്പുള്ളൊരു ആശ്രയം വേറെ എവിടെയാണ്? ഞാൻ അനുഭവിച്ച കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. എന്നെ അറിയാവുന്നവരൊക്കെ ഇവിടെ ഇരിപ്പട്ടെ, നമ്മുടെ മനു ബ്രദർ ഇരിപ്പട്ടെ, നമ്മുടെ മധു ബ്രദർ ഇരിപ്പട്ടെ. ഞാൻ കഴിഞ്ഞ മാസം ഈ സമയം മെഡിക്കൽ സയൻസ് പ്രകാരം ഞാൻ മരിച്ചതാണ്. എൻ്റെ എല്ലാ ഓർഗൻസും ഡൗണായി. എന്നെ പത്തനംതിട്ട മുത്തൂറ്റുന്ന ആംബുലൻസിൽ എന്നെ തിരുവല്ല ബിലീവേഴ്സിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡിറ്റയർഡ് ഡോക്ടർ പറഞ്ഞു കിഡ്നി എല്ലാം ഫെയിലായി, നേരെ IC പോകുന്നു, അവിടുന്ന് വെന്റിലേറ്ററിൽ പോകുന്നു, പിന്നെ അവിടുന്ന് അങ്ങ് പൊക്കോളും. അപ്പോൾ അതിനു മുമ്പ് ഒരു 3-4 മാസം ഓഗസ്റ്റിൽ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമൊക്കെ നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ യൂറിലൊരു യെല്ലോ കളർ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തോ മരുന്ന് കഴിച്ചതിൻ്റെ ആണെന്ന് ഓർത്തു. അങ്ങനെ ഞാനൊരിക്കൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മധു ബ്രദർ ഉടനെ, ഞങ്ങൾ വലിയ ഫ്രണ്ട്സാണ്. അപ്പോൾ മധു ബ്രദർ എന്നോട് പറഞ്ഞ്, സൗര കണ്ണ് മുഴുവൻ മഞ്ഞിച്ചിരിക്കുന്നല്ലോ, ഒന്ന് ടെസ്റ്റ് ചെയ്യും, ബിലിറുബിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യും. എനിക്ക് ബിലിറുബിൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എനിക്ക് മെഡിക്കൽ സയൻസിനോട് അത്ര ഞാനങ്ങനെ അന്വേഷിക്കാറില്ല. ഞാനെപ്പോഴും കർത്താവിലൊക്കെ ആശ്രയിക്കും. അറിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചില അറിവുകൾ നമ്മുടെ വിശ്വാസത്തിന് തടസ്സമാവും. നമ്മൾ ഈ മെഡിക്കൽ ഫാക്ട്സ് എപ്പോഴും ശ്രദ്ധിച്ചോണം. മെഡിക്കൽ ഫാക്ട്സ് നമ്മുടെ മനസ്സിലോട്ട് രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഓർത്തുകൊണ്ടിരിക്കും, അത് ധ്യാനിച്ചുകൊണ്ടിരിക്കും, കർത്താവിന് പ്രവർത്തിക്കാൻ നമ്മൾ തടസ്സമായിട്ട് നിൽക്കും. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. ബിലിറുബിൻ 12. അപ്പോൾ പത്തനംതിട്ട മുത്തൂറ്റ് മെഡിക്കൽ സൂപ്രണ്ടൻ്റ് എൻ്റെ ഫ്രണ്ടാണ്. ഡോക്ടർ ജിനു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അനീഷ, അവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. അവരെന്നോട് പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് പെട്ടെന്ന് CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തപ്പം അവർക്ക് എന്തോ ഒരു സംശയം. പിന്നെ കളർ കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്തു. കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു പിറ്റേ ദിവസം റിസൾട്ട് തരാം. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ ജിനു എന്നെ വിളിച്ച് പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി ചെയ്യണം, എന്തോ ഒരു സാധനം അതിനകത്ത് കാണുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാൻക്രിയാസിനകത്ത് പാൻക്രിയാറ്റിക് ക്യാൻസർ, പാൻക്രിയാസിൽ നിന്ന് ബൈയിൽ പോകുന്ന ഒരു ഡക്റ്റുണ്ട്, നമ്മളൊരു ട്യൂബ് പോലെ. ആ ട്യൂബ് അങ്ങ് അടഞ്ഞു, ഒരു ഗ്രോത്ത് വന്ന് ഒരു ട്യൂമർ വന്നിട്ട് ആ ട്യൂബ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബിലിറുബിൻ പാസ്സാകത്തില്ല, അതങ്ങ് കൂടിക്കൊണ്ടിരിക്കും, ശരീരം മുഴുവൻ അങ്ങ് വ്യാപിക്കും. പിന്നെ ഈ ബ്ലോക്ക് മാറ്റിക്ക് മാത്രമേ അവിടെ അതിനൊരു പരിഹാരമുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം എന്നെ അടുത്ത ദിവസം പറഞ്ഞ് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ഞാൻ ഈ വാർത്തകളൊന്നും കേൾക്കുമ്പം എന്നെ ഇത് ബാധിക്കുന്നില്ല. ഞാൻ വെറുവാക്ക് പറയല്ല, ഞാൻ വലിയ വിശ്വാസവീരനോ വലിയ ധൈര്യമുള്ള ആളൊന്നുമില്ല. പക്ഷേ ഇതൊന്നും എന്നെ ഏശുന്നില്ല. കാരണം കർത്താവ് എന്നോട് സംസാരിക്കുന്നുണ്ട്. കർത്താവിനോട് പറയുന്ന കാര്യം, എടാ ഞാൻ അറിയാതെയും അനുവദിക്കാതെയും നിൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല, നിൻ്റെ ഒരു മുടി പോലും പൊഴിയത്തില്ല. ഞാൻ എൻ്റെ കർത്താവിലോട്ട് അങ്ങ് ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആശ്രയത്വം കേട്ടോ. മെഡിക്കൽ സയൻസിലും കർത്താവ് കൂടല്ല. മെഡിക്കൽ സയൻസ് എന്ത് പറയുന്നത് ശ്രദ്ധിച്ചേയില്ല. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. എൻ്റെ വൈഫ് ഇവിടെയുണ്ട്, മനു ബ്രദർ ഇവിടെയുണ്ട്, ഇവർക്കെല്ലാം അറിയാം. മധു ബ്രദറുണ്ട്, അവർക്കെല്ലാം അറിയാം. ഞാൻ മെഡിക്കൽ സയൻസിൽ ആശ്രയിച്ചല്ല. കാരണം സൃഷ്ടാവ് കൂടെ നിൽക്കുമ്പോൾ നമ്മളെന്തിനാ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, മെഡിക്കൽ സയൻസ് ഫാക്റ്റാണ് പറയുന്നത്, വസ്തുത. മെഡിക്കൽ സയൻസ് മോശമാണെന്നല്ല പറയാം കേട്ടോ. മെഡിക്കൽ സയൻസ് ഫാക്റ്റാണ് പറയുന്നത്, വസ്തുതകളാണ്. പക്ഷേ ട്രുത്ത് എന്താ, സത്യം എന്താ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ദ ലോർഡ്. കർത്താവിന് യാതൊന്നും അസാധ്യമല്ല. എന്തെങ്കിലും ഒരു കാര്യം കർത്താവിന് അസാധ്യം കേട്ടോ. പിന്നെ നമ്മൾ എന്തിനാ ഇടറുന്നത്? എന്തിനാ
നമ്മളിടുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആശ്രയത്തെ അത്ര കുറവാണ്. നമുക്ക് താല്പര്യം മെഡിക്കൽ സയൻസ് പറയുന്നത് നമുക്ക് വിശ്വാസം, സ്കാൻ റിപ്പോർട്ട് എന്ത് പറയുന്നു, അല്ലെങ്കിൽ എക്സ്റേ എന്ത് പറയുന്നു, അതാണ് നമുക്ക് വിശ്വാസം. കർത്താവ് എന്ത് പറയുന്നു, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ നിൽക്കത്തേ ഇല്ല. എന്തെങ്കിലും ഒരു പാനിക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കേട്ടാൽ ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ നിലവിളി ശബ്ദം എടുത്ത് തലയിലോട്ട് ഇട്ടാൽ പിന്നെ ഒരൊറ്റ പാച്ചില്ല, പിന്നെ പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, അതൊക്കെ പേരിന് ആരൽ ചെയ്തോളം. നമ്മൾ പിന്നെ അന്വേഷണം മെഡിക്കൽ സയൻസിൽ ഇതിൽ എന്തുണ്ട് പരിഹാരം. ഞാൻ ഇന്ന് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് അതാ. അങ്ങനെ ആരെങ്കിലും മെഡിക്കൽ സയൻസ് മോശമാണെന്നോ കണ്ടുപിടുത്തങ്ങൾ വേണ്ടെന്നോ വൈദ്യനെ രോഗിക്ക് ആവശ്യമാണ്. പക്ഷേ ദൈവമക്കൾക്ക് ആശ്രയിക്കാൻ ഉറപ്പുള്ളൊരു പാറയുണ്ട്. തന്നിൽ ആശ്രയിക്കുന്നവനെ അവൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ധൈര്യം അതായിരുന്നു, എൻ്റെ ഉറപ്പതായിരുന്നു. നിങ്ങൾക്കറിയാം, 4 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ. എൻ്റെ ഞാൻ അപ്പം അവിടെ വെച്ച് എന്നോട് എറണാകുളത്ത് ലിസി വെച്ച് ഡോക്ടേഴ്സ് വന്നു വെച്ച് എന്നെ ആദ്യമേ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് കയറ്റി. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യാൻ കയറ്റി പറഞ്ഞു, ഞങ്ങൾ ഒന്നിൽ മറ്റേ സ്റ്റെൻറ്റ് ഇടും. സ്റ്റെൻറ്റ് ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിലിറുബിൻ പോകാനായിട്ട്, അല്ലെങ്കിൽ സർജറി ചെയ്ത് ഈ മാസ് മാറ്റും, അല്ലെങ്കിൽ വെറുതെ വിടും. ചുരുക്കം പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. അവരിറക്കി വിട്ടിട്ട് എന്നോട് പറഞ്ഞു സർജറി ചെയ്താലേ പറ്റത്തുള്ളൂ. സർജറി എന്ന് പറഞ്ഞാൽ മേജർ സർജറിയാണ്, വിപ്പിൾ സർജറി എന്നാണ് അതിന് പറയുന്നത്. മെഡിക്കൽ സയൻസ് അറിയാവുന്ന ആർക്കെല്ലാം ഉണ്ടെങ്കിൽ അറിയാം. വിപ്പിൾ സർജറി ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് മേജർ സർജറി. അതിൻ്റെ ഫീസ് തന്നെയാണ്, സർജറിയുടെ ഫീസ് തന്നെയാണ് 4-5 ലക്ഷം രൂപ. പിന്നെ 2-3 മാസം എടുക്കും നമ്മൾ റിക്കവർ ആണെങ്കിൽ, കുറേ ട്യൂബൊക്കെ ഇട്ട് അങ്ങനെ. അപ്പോൾ ഡോക്ടർ വന്നാൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അതുവരെ എൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് വന്നോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഒരു 30-32 വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട്. എല്ലാ ദിവസവും വെളുപ്പിനെ എഴുതേക്കും, ഒരു 4:45-5 മണിയാകുമ്പോൾ എഴുതേക്കും. കർത്താവിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും, ഒരു 7-7 വരെ കർത്താവിൻ്റെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം ജിമ്മിൽ പോകുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പരാതിപ്പെടാൻ പിറുപിറുക്കാം, കർത്താവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവസ്ഥ ഇതാണല്ലോ. ഒരു വാക്ക് ഞാൻ പിറുപിറുത്തില്ല. കാരണം കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. 2-3 വചനങ്ങൾ എനിക്ക് തന്നു. നിങ്ങളെ പരിശോധിക്കാനായിട്ട് അഗ്നിശോധനകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചത് മാതിരി പരിഭ്രമിക്കരുത്. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശോധന സ്വർണ്ണത്തെക്കാൾ വിലയേറിയ എന്നെ അങ്ങ് ബലപ്പെടുത്തി. എനിക്ക് മനസ്സിലായി ഇതൊരു ടെസ്റ്റാണ്. കർത്താവ് ഒരു പ്രൊമോഷൻ തരാൻ പോവാ, ഒരു ഡിസിപ്ലിനിങ്ങാണ്. ഞാൻ റെഡിയായി. എനിക്കറിയാം ഇത് ഒരു സമയത്തേക്കാണ്, ഒരു ടൈം പീരീഡിനുണ്ട്. അതുവരെ ഞാനിത് പിടിച്ചു നിൽക്കും, ഞാൻ പിറുപിറുക്കത്തില്ല. കർത്താവിനോട് ഞാൻ പറയും, കർത്താവേ പിറുപിറുക്കാൻ എന്നെ അനുവദിക്കരുത്. ഞമ്മല്ലേ രാത്രിയിൽ ഉറക്കമില്ല, സന്ധ്യാകുമ്പോൾ ഇങ്ങനെ ക്ലോക്ക് നോക്കിക്കൊണ്ട് കിടക്കും നേരം വിളിക്കാനായിട്ട്. ഞാനൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചാൽ ഞാൻ എപ്പോഴും സൈഡ് വഴിസാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബിൽറുബിൻ കൂടിയപ്പോഴത്തേക്കിന് എനിക്ക് മലന്ന് കിടക്കാനേ പറ്റില്ല. ഞാൻ സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെല്ലാം കൂടെ മുള്ളു കൊള്ളുന്ന പോലെ പുകയും ചൊറിയും നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അസുഖം ചാടി അങ്ങ് എഴുതേക്കും. തിരിഞ്ഞു കിടന്നാൽ ഇതേ അവസ്ഥ. മലന്ന് കിടന്നാൽ കുറച്ചൊരാശ്വാസമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സ്പിരിച്വൽ അറ്റാക്ക് ഉണ്ടായി. സ്പിരിച്വൽ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഉറക്കുകയില്ലെന്ന് ആ ഒരു കോൺട്രാക്റ്റ് എടുത്ത പോലെ ഞാനൊരു ഉറക്കം പിടിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലേക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മായ കാഴ്ചകൾ, വേറൊരു ലോകത്ത് നടക്കുന്ന കാഴ്ചകൾ, എന്തൊക്കെയോ ശബ്ദങ്ങൾ, ആരൊക്കെയോ എന്നോട്, സ്വപ്നമല്ലതൊന്നും കേട്ടോ, ആരൊക്കെയോ എന്നോട് സംസാരിക്കുന്നു. ഒരു വല്ലാത്ത അതിൻ്റെ കൂടെ ചൊറിച്ചിൽ. ഞാൻ എഴുന്നേറ്റത് കുറേ നേരം ചൊറിയും, പിന്നെ കിടക്കും, വീണ്ടും എഴുന്നേക്കും. പകൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഉറങ്ങും. അങ്ങനെ 3-4 മാസം രാത്രി ഉറക്കമില്ല. ചൊറിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗം ചൊറിയണം നമുക്കറിയത്തില്ല, എവിടെ ചൊറിയാനും സ്കോപ്പാണ്. ഇപ്പം നമ്മളിവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവിടെ ഒന്ന് ചൊറിഞ്ഞാലോ, എന്നാ സുഖമാണ്. അപ്പോൾ തോന്നുന്നു പുറത്തൊന്ന് ചൊറിയണം. ഡിറ്റേക്കറിനെ ചൊറി 2 കൈ വെച്ച് ഞാൻ പറയും മാന്തി ഒരു 10,000 പുഴുവിനകത്തോട്ട് കയറ്റി വിട്ടാങ്ങിരിക്കും. ഞാൻ ഡിറ്റേഡ് പറയാം മാന്തി അങ്ങ് പൊളിക്കാൻ പറയും, കാരണം അത്ര സുഖമാണ് തരും അത്. ഇത് നിർത്താൻ തോന്നത്തില്ല. എനിവേ, അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതുവരെ കരഞ്ഞിട്ടില്ല. ഞാൻ ഡോക്ടർ ഇത് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി, ഡിറ്റായി പുറത്തോട്ട് പോയി. ഞാൻ തന്നെ ഉള്ളൂ. ഞാനൊരു 2 മിനിറ്റ് കരഞ്ഞു. ഞാൻ കർത്താവിനോട് ഒരു വാക്ക് പറയും, കർത്താവേ ഈ പ്രൊസീജിയർ എനിക്കത് ഒഴിവാക്കി തരണം, ഈ സർജറി എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ കർത്താവിനോട് ആത്മാർത്ഥത്തോടെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയാം, നോ യു ഡോണ്ട് ഹാവ് ടു ഗോ അണ്ടർഗോ ദിസ്. നീ ഇതിൽ കൂടെ കടന്നു പോകണ്ട, എനിക്ക് ഞാൻ വേറൊരു വഴി കാണിച്ചു. ഞാൻ ക്ലിയറായിട്ട് കേട്ടത് എൻ്റെ തോന്നലല്ല. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു അറ്റസ്റ്റേഷൻ പോലെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ സ്വന്തത്തോടെ അറിയിക്കുക. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, അതൊരു സമാധാനം തന്നെ കേട്ടോ.
എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അങ്ങ് തീർന്നു. അതായത് ഈ സർജറി വേണമെന്നോ, ഞാൻ രോഗിയാണെന്നോ, എനിക്ക് ക്യാൻസറാണെന്നോ, അല്ലെങ്കിൽ ഇതെന്തായി തീരുമെന്നോ, അങ്ങനെ ഇങ്ങനെ ഇത് മുഴുവൻ തീർന്നിട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവ് എന്നെ ടേക്ക് കെയർ ചെയ്തു. കർത്താവ് എന്നെ ഏറ്റെടുത്തു. ഞാനങ്ങ് ധൈര്യപ്പെട്ടു. ഞാൻ ധൈര്യപ്പെട്ടതിന് ശേഷം ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, സർജറിയുടെ ആവശ്യമില്ല. എല്ലാവരും ഒരുപോലെ എതിർത്തു. കാരണം ഞാൻ പറയുന്നത് പോഷത്തരമാണ്. മെഡിക്കൽ സയൻസ് പ്രകാരം ഞാൻ പോഷത്തരം പറയുന്നു. ഡിറ്റ ഉൾപ്പെടെ എതിർത്തു. ഡിറ്റയ്ക്ക് ആദ്യം മനസ്സിലായി. അവസാനം ഞാൻ ഡിറ്റയോട് പറഞ്ഞു, ഡിറ്റ മനസ്സിലാക്ക്, എന്നോട് സംസാരിച്ചത് കർത്താവാ, സൃഷ്ടാവാ സംസാരിച്ചത്. ഒരു മനുഷ്യൻ്റെ ജ്ഞാനം കർത്താവിനേക്കാൾ ഉയരത്തിലല്ല. കർത്താവിൻ്റെ ജ്ഞാനം നമുക്കൊരു മെഡിക്കൽ സയൻസിലും ഇല്ല. ഞാൻ കർത്താവ് പറഞ്ഞ അനുസരിക്കണോ, മനുഷ്യർ പറയുന്ന അനുസരിക്കണോ? പറ. എനിക്ക് കർത്താവിനെ ധിക്കരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറച്ച തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫാണ് ഞാൻ ഇട്ട് തട്ടുന്നതെന്ന് ഓർത്തോണം. നമ്മൾ ആ മെഡിക്കൽ സയൻസിൽ ആ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് പരിഹാരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ കർത്താവിനോട് പറഞ്ഞാൽ അതിനല്ല, ഞാൻ നിനക്ക് വേറൊരു വഴി കാണിച്ചത് പറഞ്ഞ് എന്നെ ഹോമിയോയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഞാൻ അവിടുന്ന് ഡോക്ടേഴ്സിനോട് ഡിസ്ചാർജ് മേടിച്ചു. ഞാൻ തിരിച്ച് വന്ന് ഹോമിയോ ഡോക്ടറെ കണ്ടപ്പോൾ ഹോമിയോ ഡോക്ടർ നേരത്തെ ഒരു ട്രീറ്റ് ചെയ്ത് ഒരു സൗഖ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോയി. പക്ഷെ അന്നൊരു ഡിറ്റൈൽഡ് പറയുന്നുണ്ട്, ഈ ഹോമിയോ ഒന്നും അല്ല എന്നെ സൗഖ്യമാക്കാൻ പോകുന്നത്. അതൊക്കെ ഒരു തൽക്കാലത്തേക്ക് കർത്താവ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുക. കർത്താവിൻ്റെ വചനമോ മരുന്നോ ലേപനോഷമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് എന്നെ സൗഖ്യമാക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനെ അതിൽ ഉറച്ചു നിന്ന് ഈ ഹോമിയോ നമുക്കറിയാം, നമുക്ക് പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ വെളിപാട് പുസ്തകം 2:10 വായിക്കാം. വെളിപാട് പുസ്തകം 2:10. ഈ വചനങ്ങളൊക്കെ കർത്താവ് എന്നെ തന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. റെവലേഷൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10 ഓൺവേർഡ്സ്. വെളിപ്പാട്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. കർത്താവ് സ്മിർന സഭയോട് പറയാം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിന്നെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. കർത്താവിനോട് മാറ്റി കൊടുക്കത്തില്ലേ? കർത്താവിന് പിശാചിനോട് നോ പറയത്തില്ലേ? എന്തുകൊണ്ട് അനുഭവിച്ചത്? നിങ്ങളെ പരീക്ഷിക്കാനായിട്ട്, നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കാനായിട്ട്. നമുക്കറിയാം നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നല്ലൊരു ടെസ്റ്റ് വരുമ്പോഴാണ് അത് വെളിപ്പെടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പഠിച്ചാലും പരീക്ഷ കഴിയുമ്പോഴാണ് പിടികിട്ടുന്നത് ഇവൻ്റെ നിലവാരം എന്താണ് എന്ന് പറഞ്ഞ പോലെ കർത്താവ് സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ചിലയിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നന്മയ്ക്ക് തന്നെ. കർത്താവ് എപ്പോഴും നോക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആട്ടോ, നമ്മുടെ അല്ലെങ്കിൽ ഫിസിക്കൽ അതിനേക്കാൾ കർത്താവിന് താല്പര്യം നമ്മുടെ സ്പിരിച്വൽ വെൽനെസ്. കാരണം നമ്മൾ ശരീരത്തിൽ പൂർണ്ണ സൗഖ്യത്തോടെ ഇരുന്നിട്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാലോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആത്മീയനായിരുന്നു. ഒരു 4 വർഷം മുമ്പ് പരിശുദ്ധാവിനോട് പറഞ്ഞു, നീ ഒരു ആത്മീയനെ അല്ലാതെ പറഞ്ഞു. രാവിലെ കർത്താവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 28 വർഷത്തിന് ശേഷം പരിശുദ്ധാവിനോട് പറഞ്ഞു, നീ ഒരു ആത്മീയനെ അല്ലാതെ. ഞാൻ ചോദിച്ചു, അതെന്താ പരിശുദ്ധാമാവേ അങ്ങനെ പറഞ്ഞു? അതൊരു അതിനെ കാണിച്ചു തന്നു. റോമർ 8:14. Those who are led by the Spirit of God are the children of God. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും അത്രേ ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ല, ഉപവസിക്കുന്നുണ്ടല്ല, ബൈബിൾ വായിക്കുന്നുണ്ടല്ല, മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ല, ആരാധിക്കുന്നുണ്ടല്ല. കർത്താവിൻ്റെ യഥാർത്ഥ ഒരു പൈതലാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചിരിക്കും. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്ന സഹായനായിട്ടാണ്. കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്കറിയത്തില്ല. ആ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ക്രിസ്തുവിനോട് നമ്മളെ അനുരൂപരാക്കുക. നമുക്കതിനുള്ള ശക്തിയില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് ആഗ്രഹവും തരും, ശക്തിയും തരും. അപ്പോൾ വായിച്ചു, താഴോട്ട് വായിച്ചു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസം കർത്താവ് പറയാ, സ്മരണാസഭയുടെ വരെ 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് പറഞ്ഞാൽ, എടാ ഇറ്റ്സ് ലിമിറ്റഡ്, എൻ്റെ കയ്യിലാണ് കൺട്രോളിനാവും. നിനക്ക് താങ്ങാൻ വയ്യാത്ത വരുമ്പം ഞാനത് പ്രഷർ റിലീസ് ചെയ്യും. പക്ഷേ നിന്നെ എന്താ പറയുക, ഡിസിപ്ലിൻ ചെയ്തെടുക്കാൻ, നിന്നെ തികഞ്ഞവനാക്കാൻ നീ ഇതിൽ കൂടെ കടന്നു പോകണം. ഈ വചനം ആദ്യമേ എന്നോട് സംസാരിച്ചു. വായിച്ചോ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. മരണം വരെയും വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. എന്നാൽ ഞാൻ ജീവൻ്റെ കിരീടം നിനക്ക് നൽകും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയെല്ലാം പീഡ സഹിച്ചപ്പോഴും ഞാൻ അത് പെട്ടെന്നൊക്കെ പറയാം. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ആരോഗ്യം, ഹീമോഗ്ലോബിനൊക്കെ കുറയാൻ തുടങ്ങി. ബ്ലഡ് കയറ്റുന്നുണ്ട്, ഫ്ലൂയിഡ് കയറ്റുന്നുണ്ട്. നമ്മൾ ഹോമിയോ തന്നെ കഴിക്കും. എനിക്ക് ഭക്ഷണത്തോട് താല്പര്യമില്ല, ആരും കാണുന്നത് ഇഷ്ടമില്ല, ഫോൺ ചെയ്യത്തില്ല, ഡിറ്റൈൽ പോയി റൂമിലോട്ട് വരുന്ന എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി. എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാൻ താല്പര്യം. കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ കർത്താവിൻ്റെ പിറുപിറുക്കോ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.
ഇതിൽ കൂടെ ഞാൻ കടന്നു പോകണം, ഇതിനൊരു ടൈമുണ്ട്, അത് കടന്നു പോകണം, കർത്താവേ തള്ളി പറയാൻ അനുവദിക്കില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1-2 പ്രാവശ്യം ഞാൻ ബാത്റൂമിലൊക്കെ തല ഇറങ്ങി വീണു. ഡിറ്റ പോലും അറിഞ്ഞില്ല. രാത്രി 1 മണിക്ക് ഞാൻ യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോയപ്പോൾ പെട്ടെന്ന് തല ഇറങ്ങി. ഞാൻ ദൂതന്മാരൊക്കെ റിയലാണ് കേട്ടോ, നമ്മൾ ഈ ചുമ്മാ പറയുന്ന പോലല്ല, ദൂതന്മാർ റിയലാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. 5-6 പ്രാവശ്യം എൻ്റെ പെടലി ഒടിയിട്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ കൈകാലുകൾ ഒടിയിട്ടതാണ്. അതുപോലെ നിൽക്കുന്ന നിപ്പല്ല ഞാൻ വീഴുന്നത്, ആരുമില്ല താങ്ങാൻ. ഡിറ്റായ ശല്യപ്പെടുത്തണമെന്ന് ഞാൻ വിളിക്കാറില്ല. ഞാനൊരു പ്രാവശ്യം ബാത്റൂമിൽ പോയി, ഞാൻ യൂറിൻ പാസ് ചെയ്ത് തിരിച്ചപ്പോൾ പെട്ടെന്ന് തല ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ക്ലോസറ്റിലോട്ട് തലയടിച്ച് വീണിട്ടതാണ്. പക്ഷെ എന്നെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അവിടെ നമ്മളെ താങ്ങിയിരുത്തുകയല്ലേ, സ്ലെയിൻ ആകുമ്പോൾ നമ്മൾ താങ്ങിയിരുത്തുകയല്ലേ, അതുപോലെ അവിടെ ഇരുത്തിയിട്ട് അവിടെ കിടത്തി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ബോധം വന്നപ്പോൾ ഞാൻ ക്ലോസറ്റിൻ്റെ അടിയിൽ എൻ്റെ തല ഇരിക്കുന്നത്, എനിക്ക് പൊങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ പല പ്രാവശ്യം പല അനുഭവങ്ങളുണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി ദൂതന്മാരുണ്ട്. ഞാൻ മുമ്പോട്ട് തലകുത്തി വീട്ടിനടുത്ത് പുറകോട്ട മലന്ന് വീഴുന്നത്. ഡിറ്റ പല പ്രാവശ്യം പേടിച്ചു, കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ജീവനില്ലാതെ കിടക്കുന്ന പോലെ. അങ്ങനെ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് വളരെ എനിക്ക് ഇതുപോലൊരു വല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഡിറ്റ പെട്ടെന്ന് മുത്തൂറ്റ് ആംബുലൻസ് വിളിച്ചു. ഡോക്ടർ ജിനുവിനെ അന്വേഷിക്കാൻ വിളിച്ചു. അവർ പെട്ടെന്ന് ആംബുലൻസുമായിട്ട് വന്ന് എന്നെ മുത്തൂറ്റ് കൊണ്ടുപോയി. മുത്തൂറ്റ് ഞാൻ ചെല്ലുമ്പം എൻ്റെ ഹീമോഗ്ലോബിൻ 3 എൻ്റെ ഷുഗർ 500 എന്ന് പറഞ്ഞാൽ ഏകദേശം അറിയാം കാറ്റുപോയ അവസ്ഥ. ഞാൻ അന്നേരം ഒന്നും അറിയുന്നില്ല, എനിക്കൊരു ഭയവുമില്ല. എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന വലിയൊരു കൃപയെന്താണെന്നറിയാമോ? ഇതിൽ കൂടെയൊക്കെ കടന്നു പോയപ്പോൾ എൻ്റെ ഉള്ളിൽ മരണഭയം കയറുന്നില്ല. എനിക്കറിയാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ. എൻ്റെ കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഞാനൊരു ക്രമീകരണം ചെയ്തില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല ഡിറ്റായി നോക്കിക്കോണം, ഞങ്ങൾക്ക് മക്കളില്ല. അപ്പം ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞില്ല എനിക്കെന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഡിറ്റായി നോക്കിക്കോണം. ഡിറ്റായോട് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇതൊക്കെ ഇവിടെയൊക്കെയാണ്, അക്കൗണ്ട് ഇവിടെയൊക്കെയാണ്. അങ്ങനൊരു കാര്യമില്ലല്ലോ. ഞാൻ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക? എൻ്റെ മനസ്സിലതൊരു ചിന്ത പോയേയില്ല, എനിക്ക് വല്ലതും പറ്റിയാലോ? എനിക്കൊന്നും പറ്റത്തില്ല. എൻ്റെ ജീവൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. എൻ്റെ ധൈര്യം എന്താണെന്നറിയോ? ലാസറിൻ്റെ കാര്യം മരിച്ച് 4 ദിവസമാണ് കർത്താവ് വെയിറ്റ് ചെയ്തത്. എന്തിനാണെന്നറിയാം? ആരും ഒരു ഡൗട്ട് പറയരുത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏതവസ്ഥയിൽ എൻ്റെ ജീവൻ പോയാലും ഏത് പാതാളത്തിൽ പോയാലും കർത്താവ് ഒന്ന് ഞൊടിച്ചാൽ മതി, കം ബാക്ക്. വരാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ധൈര്യം അതാണ്. ഞാൻ വെറുവാക്ക് പറയില്ല കേട്ടോ. ഞാൻ പറയില്ലേ, ഞാൻ മറ്റൊന്നിലും ആശ്രയിക്കുന്നില്ല. ഞാൻ എൻ്റെ സൃഷ്ടാവിൽ, എൻ്റെ കർത്താവിൻ്റെ കരുതിക്കോളും. ഇത് കഴിയും, ദിസ് ടു വിൽ പാസ്. ആ ഉറപ്പോടെ ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് കൊടുക്കുക. ഡിറ്റാ ഞാൻ ബലപ്പെടുത്തിട്ട് ധൈര്യപ്പെടുത്തും. നല്ല ഡിറ്റ പാവം തന്നെ ഇത് കരയുകയും ഡിറ്റയിൽ ഇതെല്ലാം കാണുന്നത്. അങ്ങനെ മുത്തൂറ്റ് എന്നെ കൊണ്ട് കയറ്റി ഡോക്ടർ ഒക്കെ റൂമിലോട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. എല്ലാവരും അങ്ങോട്ട് കൊണ്ട് മാറിപ്പോൾ ഡിറ്റ നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഭിത്തിയിലോട്ട് നോക്കി കണ്ണ് പറഞ്ഞിങ്ങനെ കിടക്കുക. അപ്പോൾ ഡിറ്റ അതിയോർത്ത് ഞാൻ എന്തോ ആലോചിക്കാം. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ശ്വാസമൊന്നുമില്ല, അനക്കമില്ല. ഡിറ്റ അവിടുന്ന് നേഴ്സുമാരെ അലച്ച് പോയി വിളിച്ചു. നേഴ്സുമാർ വന്ന് നോക്കിയപ്പോൾ പൾസില്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ജീവൻ പോയി. അവർ പിന്നെ എല്ലാവരും കൂടെ ഓടി വന്ന് CPR ഇതറിയാമല്ലോ, നെഞ്ചത്തിടിച്ചിടിച്ച് വാരിയിലൊക്കെ ഓടിയാകുന്നത് ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ജീവൻ പടങ്ങി വന്നു. ഞാനിതൊന്നും അറിയുന്നില്ല കേട്ടോ. ഇതൊന്നും കേട്ടിട്ട് എനിക്കൊരു ഭയമായിട്ട് തോന്നിയുമില്ല. കാരണം ഉള്ളിലേക്ക് മരണഭയം കയറാൻ കർത്താവ് അനുവദിച്ചില്ല. ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എന്നൊരു കാര്യം പറയാം. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ തീച്ചോളയാണെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളില്ല. എനിക്ക് ആ ഇടയ്ക്ക് കിട്ടിയ വലിയൊരു ബോധ്യം, വലിയൊരു സന്തോഷം എന്നറിയാമോ? എൻ്റെ ജീവൻ എൻ്റെ നിയന്ത്രണത്തിലല്ല. ഇതിപ്പോൾ പറയുന്നൊരു സന്തോഷമുണ്ടോ? എൻ്റെ ജീവൻ എൻ്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റും? അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ട് കർത്താവ് എന്നാ പിടിച്ചു, കർത്താവ് നിയന്ത്രിച്ചു. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. വെറുതെ അല്ല ഇതൊന്നും നടക്കുന്നത്. അത് മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ പൊന്നുനാമ മഹത്വത്തിനായിട്ട് തീരണം. എൻ്റെ വിശ്വാസം, പലരും പറഞ്ഞു മിറ്റിയുടെ വിശ്വാസം മിറ്റിക്ക് ഭയങ്കര അങ്ങനെ പോലെ അങ്ങനെ. ഞാൻ പറയില്ല, മിറ്റിയുടെ വിശ്വാസമൊക്കെ കണക്കാണ്. കർത്താവ് തന്ന വിശ്വാസം, കർത്താവ് എന്നെ ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി, ധൈര്യപ്പെടുത്തി. ആ പരിശുദ്ധാത്മാ ഉള്ളിൽ ഭയപ്പെടേണ്ടടാ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും, നീ മടങ്ങി വരും, നീ മടങ്ങി വന്ന് എൻ്റെ സാക്ഷിയാകും എന്ന നല്ല ഉറപ്പാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ മുത്തൂറ്റ് ഇടിച്ചിടിച്ചിത് വന്നു. അതിനുശേഷം എൻ്റെ ഡിറ്റയുടെ ബ്രദേഴ്സുണ്ട് 2 പേര്. അവർ 2 പേരോട് ഞാൻ അറിയാതെ അവർ തിരുവല്ല ബിലീവേഴ്സിൽ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ട്
ഡോക്ടർ ദീപകരെ കണ്ട് ഞാൻ അറിയാതെ അവർ അപ്പോയിൻമെൻ്റ് എടുത്തു. പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് സ്റ്റെൻറ്റ് ഇടാനായിട്ടാണ്. ഞാൻ പിറ്റേ ദിവസം രാത്രിയിലാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ എതിർക്കാൻ പോയില്ല. കാരണം അപ്പോഴത്തേക്കിന് ഒരു 1.5 മാസമായി ഞാൻ ഇതിൽ കൂടെ കടന്നു പോവാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം വന്നു, ആ ടൈം പീരീഡ് കഴിഞ്ഞു, കർത്താവ് അനുവദിച്ചിരുന്ന ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് എതിർത്തില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പിന്നെ ആദ്യം ചെയ്താൽ പറ്റും. ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഡിസിപ്ലിനിങ് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മളറിഞ്ഞു ആദ്യം സ്റ്റെൻറ്റ് ഇട്ട് ഒരു കുഴപ്പമില്ല വന്നു, ബാക്കി ട്രീറ്റ്മെൻറ്റ് ഇത് സൗഖ്യമായി കഴിഞ്ഞാൽ കർത്താവിന് എങ്ങനെ മഹത്വം ലഭിക്കുന്നത്? കർത്താവിലെങ്ങനെ ആശ്രയിക്കുന്നത്? ഇങ്ങനെ ഇതെങ്ങനെ സാക്ഷ്യം പറയുന്നത്? കർത്താവിലെങ്ങനെ ഉറയ്ക്കുന്നത്? കർത്താവിലെങ്ങനെ ബലപ്പെടുന്നത്? കർത്താവിൻ്റെ സാക്ഷിയായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? അപ്പോൾ ആ കർത്താവ് പറഞ്ഞ പോലെ അത് വായിക്കാം. അത് വായിച്ചത് വെളിപാട് പുസ്തകം 2 10 ദിവസത്തേക്ക് വെളിപ്പാട് 2-ാം അധ്യായം 10 മുതൽ. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പം നമ്മൾ കർത്താവിനോട് വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ട് വലിയ പ്രതിഫലമാണ്, വലിയ റിവാർഡാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഓർക്കും ഇത് മറ്റുള്ളവർക്കും ഇതൊരു കുഴപ്പമില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്താ ഇങ്ങനെ വന്നത്. പക്ഷേ കർത്താവ് ജീവൻ്റെ കിരീടം തരാനായിട്ടാണ് ഇതിൽ കൂടെയൊക്കെ കടന്നു പോകാൻ അനുവദിക്കുന്നത്. നമ്മളിത് കേട്ടോണ്ട് ആരും പേടിക്കേണ്ട കേട്ടോ. ഇപ്പോൾ ഇനി നാളെ പിശാച് പിടിച്ച് നമ്മളെ തടവിലിടും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാനല്ലേ പറഞ്ഞത്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുക, അത് മറ്റുള്ളവർക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കർത്താവിൻ്റെ പ്ലാൻ ഡിഫറൻറ്റാണ്. അപ്പോൾ അതിനുശേഷം എന്നെ തിരുവല്ല ബിലിവസി കൊണ്ടുപോയി. അവിടെ ബിലിവസി ചെല്ലുമ്പം ഡോക്ടേഴ്സ് ഡീറ്റെയിൽഡ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓർഗൻസ് എല്ലാം ഡൗൺ ആയി കേട്ടോ. മുത്തൂറ്റിന്ന് പോകുമ്പോഴത്തേക്കിന് എൻ്റെ കിഡ്നി ഇതെല്ലാം ലിവറിനകത്തൊക്കെ വെള്ളം കയറ്റി. കാരണം അത്രയും ഹീമോഗ്ലോബിൻ താന്നു, ഓർഗൻസ് എല്ലാം ഡൗൺ ആയി. അപ്പോൾ ബിലിവസി ചെന്ന് എന്നെ നേരെ അകത്തോട്ട് കയറ്റിയപ്പോൾ ഡോക്ടർ ഡീറ്റെയിൽഡ് പറഞ്ഞു, നേരെ ICUയിലോട്ടാണ് പോകുന്നത്, കിഡ്നി ഫെയിലായി, ഇനി ICUന്ന് നേരെ വെന്റിലേറ്ററിൽ പോകും, പിന്നെ അവിടുന്ന് അങ്ങ് പൊക്കോളും പറഞ്ഞു. ഡിറ്റാ പറഞ്ഞില്ല, അങ്ങനെയൊന്നും പോകത്തില്ലത്. എനിവേ അടുത്ത 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം സ്റ്റെൻറ്റ് ഇടാം. ആദ്യം പറഞ്ഞു സ്റ്റെൻറ്റ് ഇടാൻ പാടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല, ധൈര്യമായിട്ട് ഡോക്ടർ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തു. അവിടുന്ന് ശേഷം അവിടുന്ന് ഒരു ഫാസ്റ്റ് റിക്കവറി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെത്താൻ എഴുന്നേക്കാൻ വയ്യായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വയ്യായിരുന്നു. എന്നെ ICUയിൽ വല്ലാത്തൊരു പാട് ICUയിൽ 3-4 ദിവസം നമ്മൾ ചുറ്റും കിടക്കുന്ന രോഗികൾ കരച്ചിലും പിഴിച്ചിലും, ഉറങ്ങാൻ പറ്റത്തില്ല, അവിടുത്തെ ശബ്ദവും. ഞാൻ അവസാനം ഡോക്ടേഴ്സിൻ്റെ കാല് പിടിച്ച് എന്നെ റൂമിലോട്ടൊന്ന് മാറ്റാൻ. അവസാനം സ്റ്റെൻറ്റ് ഇട്ട്, സർജറി ചെയ്തില്ല, സ്റ്റെൻറ്റ് ഇട്ടു. സ്റ്റെൻറ്റ് ഇട്ട് ബിലിറുബിൻ ഒത്തിരി കുറയാൻ തുടങ്ങി. ചൊറിച്ചിലിനൊക്കെ പതുക്കെ മാറ്റം വരാൻ തുടങ്ങി. റൂമിലേക്ക് മാറ്റി. പെട്ടെന്ന് എനിക്ക് ബലം വരാൻ തുടങ്ങി. എന്നോട് കർത്താവ് എഴുന്നേക്കാൻ പറഞ്ഞു. മറ്റേത് ഞാൻ എഴുന്നേക്കത്തില്ലായിരുന്നു. ഞാൻ ഡീറ്റെയിൽഡ് പറഞ്ഞാൽ തന്നെ എഴുന്നേക്കാം. ഞാൻ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ബലം വന്നു, നടക്കാൻ തുടങ്ങി. പക്ഷെ അന്നേരം തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല. അന്നേരം തിരിഞ്ഞു കിടക്കുമ്പോൾ ഭയങ്കര പുകച്ചില്ല. ഞാൻ അങ്ങനെ തന്നെ കിടന്നു. അന്നേരം ഉറക്കം ശരിയായിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ എൻ്റെ ബ്രദർ സുവിശേഷൻ, മൂത്ത ബ്രദർ ജൂബി, അദ്ദേഹത്തെ വേണ്ടത്ത, ഞാൻ ജൂച്ചാനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്താ റീസൺ എന്നറിയത്തില്ല. അദ്ദേഹം ഒരു ദിവസം രാവിലെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. എന്നോട് നീയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചന്ന് മുതൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു സാധനം വിട്ടുപോയതുപോലെ നമുക്കറിയാം, ഒരു വിടുതൽ നടന്നായിട്ട്. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് നമുക്കൊരു ഫാസ്റ്റ് റിക്കവറി. അവർ നടക്കാനൊക്കെ തുടങ്ങി. ഒരു അത്ഭുതമായിട്ട്, കാരണം മരിച്ചു എന്ന് പറഞ്ഞ മെഡിക്കൽ സയൻസ് പ്രകാരം മരിച്ച ആളാണ് ഞാൻ. അവിടുന്നാണ് ഒരു കർത്താവ് ഒരു പുനരുദ്ധാനം അല്ലെങ്കിൽ ജീവൻ മടക്കി തന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം ചെക്കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഫർദർ ചെക്കപ്പുണ്ട്. ഫർദർ ചെക്കപ്പ് ഇനി മൺഡേ ഡോക്ടർ പറഞ്ഞിരിക്കുക, പെറ്റ് സ്കാൻ ചെയ്യണം, തുടർന്നും പ്രാർത്ഥിക്കണം. കാരണം കർത്താവിൻ്റെ വലിയ അത്ഭുത സാക്ഷ്യമായിട്ട് നിൽക്കണം. അപ്പോൾ എനിക്ക് ഈ അസുഖം വരുമ്പോൾ ആദ്യം കർത്താവ് തന്ന ഉറപ്പ് എന്നോട് പറഞ്ഞ് ഇത് അനൗൺസ് ചെയ്യാൻ പറഞ്ഞു, പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ടിപ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ്, ഒരു 5-10 മിനിറ്റ്സ് ഉള്ള വീഡിയോസ്. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു ഇത് ലോകം മുഴുവൻ അറിയിക്കാൻ പറഞ്ഞു. നല്ല സർക്കുലേഷൻ ഉണ്ടായി. ഞാൻ അതിൽ കൂടെ പറഞ്ഞു ഇതുപോലെ എനിക്ക് ഇന്ന രോഗമാണ്, അതിൽ കൂടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ, കർത്താവിൽ ആശ്രയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര റെസ്പോൺസായിരുന്നു. അനേകർ അത് കണ്ടിട്ട് എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും, അനേകരുടെ പ്രാർത്ഥന ഉണ്ട് കേട്ടോ. ഒരു വചനം കൂടെ ഒന്ന് വായിക്കുക, 2 കൊരിന്ത്യർ 1:8-11 വരെ. 2 കൊരിന്ത്യർ 1:8-11 വരെ. സഹോദരന്മാരെ,
ആസിയിൽ ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടം ആ വായിച്ചോ. നിങ്ങൾ അറിയിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ജീവനോടെ ഇരിക്കുമെന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു. ആ വായിച്ചോ. അതെ, ഞങ്ങൾ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. ഈ വചനം എന്നെ ശക്തമായിട്ടങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്തു. നമ്മൾ സാറിന് മാരകമായുള്ള കാര്യം വരുമ്പോൾ നമ്മളെ ആശ്രയിക്കുക പറഞ്ഞാൽ നമ്മുടെ അറിവ്, നമ്മുടെ ബന്ധുക്കൾ, നമുക്കറിയാവുന്ന ഹോസ്പിറ്റൽസ്, നമ്മുടെ പൈസ, അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഫെസിലിറ്റീസ്, ഇതാണ് ഞങ്ങളിൽ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ. എക്സാക്റ്റ്ലി ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ ഒന്നിലോട്ടും ഇന്ന ഡോക്ടർ എന്നെ സൗഖ്യമാക്കാം, ഇന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ രോഗം മാറും, അല്ല ഇന്ന ബന്ധു, എൻ്റെ അമ്മാച്ചന്മാരൊക്കെ ഉണ്ട്, എന്നോട് പറഞ്ഞു ലോകത്ത് എവിടെ വേണം നിന്നെ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ, നീ സമ്മതിച്ചാൽ മതി. ഞാൻ പറയില്ല, എനിക്ക് കർത്താവ് പറഞ്ഞു ഞാൻ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ അതെല്ലാം റിജക്റ്റ് ചെയ്തു. ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന എൻ്റെ കർത്താവിൽ ആശ്രയിച്ചു. വായിച്ചു. ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. മേലാലും വിടുവിക്കും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. കാരണം ഒന്ന് വിടുവിച്ചു, ഇനി മേലാലും വിടുവിക്കും. കർത്താവ് വിശ്വസ്തനാണ്. ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകത്തില്ല, അല്ലെ പകുതി വെച്ചിട്ടിട്ട് പോകത്തില്ല. ഉറച്ചോണം. പിശാച് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ കൊണ്ടിടും, വ്യാജ അടയാളങ്ങൾ കൊണ്ടിടും, ലക്ഷണങ്ങൾ കൊണ്ടിടും. ഒരു കാരണവശാലും സംശയിക്കരുത്. കർത്താവിൽ മുറുകെ പിടിച്ചോണം. കർത്താവോ വിശ്വസ്തൻ. വായിച്ചോ. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കു വേണ്ടി, ഞങ്ങൾക്ക് കിട്ടിയ വിടുതലിന് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകാൻ ഇടവരും. അതാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം പ്രിൻസ് പാസ്റ്ററും സഹോദരിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ സഹോദരി ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വരുമായിരുന്നു, ആശ്വസിപ്പിക്കാൻ ജയിക്ക് പാസ്റ്ററും സഹോദരിയുടെ വരുമായിരുന്നു. മനു ബ്രദർ മിക്കവാറും ദിവസം എന്നെ വിളിക്കും, പറയും എല്ലാ ദിവസവും രാവിലെയും എല്ലാ മീറ്റിങ്ങിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം തരുന്ന വിടുതലിന് അനേകർ സ്വത്തമർപ്പിക്കാനിടയാവും. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാക്ഷി ക്ലോസ് ചെയ്യുക. ഇനി മൺഡേ പെറ്റ് സ്കാനുണ്ട്. തുടർന്നും പ്രാർത്ഥന ആവശ്യമാണ്. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ എഫക്റ്റീവാണ്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് പൂർണ്ണമായി വിടുവിച്ചു എന്ന് പറയാൻ. ഇത്രത്തോളം വിടുവിച്ചു. മരിച്ചതായിരുന്നു, അവിടുന്ന് മടക്കിക്കൊണ്ടുവന്നു, ഇവിടെ ഇരുത്തി സാക്ഷ്യം പറയിച്ചു. എനിക്ക് ആദ്യം ഇന്നലെ പ്രിൻസ് പാസ്റ്റർ എന്നോട് ചോദിച്ചു, എൻ്റെ ബ്രദർ പ്രിൻസ് പാസ്റ്ററിനോട് വിളിച്ചു ഇന്ന് സാക്ഷ്യം. ഞാൻ ആദ്യം മടി പറഞ്ഞു, കാരണം ക്ഷീണം അതായതാ. പക്ഷേ കർത്താവ് പറഞ്ഞില്ല, പറയണം. കാരണം ആ സാക്ഷ്യം അനേകരെ ഉറപ്പിക്കും. എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, മെഡിക്കൽ സയൻസിൽ ആശ്രയിക്കില്ലെന്നല്ല, അത് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. അതിനുപരി മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവിലൊന്ന് ആശ്രയിക്കും. നമ്മൾ മക്കളാണ്, അവകാശികളാണ്. ദൈവമേ എന്നുള്ള ഫോമൽ റിലേഷൻഷിപ്പ് ഒന്ന് മാറ്റാം. ആ പിതാവെന്നൊന്ന് വിളിക്കുക. പിതാവെന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനല്ലേ തന്നിരിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ മൂത്ത ബ്രദറാണ്, നമ്മുടെ മണവാളനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ആ ഒരു കുടുംബത്തിലേക്ക് വാ. ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മളീ മതഭക്തരാകാതെ, ദൈവഭക്തരാകാതെ. കർത്താവിന് വേണ്ടത് ഭക്തന്മാരെ അല്ല വേണ്ടത്. കർത്താവിന് വേണ്ടത് തന്നെ അനുസരിക്കുന്ന മക്കളെയാണ് വേണ്ടത്. ഭക്തന്മാർ മതിയായിരുന്നെങ്കിൽ ദൂതന്മാരെ ഉണ്ടായിരുന്നു. കർത്താവ് പറയുന്നത് എതിരായിട്ട് ഒന്നും ചെയ്തില്ല, അല്ലെ റോബോട്ട്സിനുണ്ടാക്കിയാൽ മതി. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് യേശുക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചത്? സ്വന്തമായിട്ടൊന്നും ചെയ്തില്ല. പിതാവിൻ്റെ ഇഷ്ടം പരിശുദ്ധാത്മാവിൽ കൂടെ മനസ്സിലാക്കി. അതാ യേശുക്രിസ്തു പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എൻ്റെ ഭക്ഷണവും പാനീയം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു ബന്ധം, നിങ്ങൾ വന്നിട്ടില്ലെന്നല്ല പറഞ്ഞിരിക്കാൻ പ്രിൻസ് പാസ്റ്റർ ഏറ്റവും നല്ല രീതിയിലാണ് ആ ഒരു സ്പിരിച്വൽ ബോധ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഒന്നുകൂടെ ഒന്ന് ഉത്സാഹിപ്പിക്കാം. കർത്താവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം. ഞാൻ എപ്പോഴും പറയും, ഡീപ്പ് റൊമാൻറ്റിക് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അവിടെ ഒരു ഭയമോ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്ന വചനം പറയുന്നത്. നമ്മളെ ക്ലോസ് റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയം വരത്തില്ല, ഭയത്തിൽ ദണ്ഡനമുണ്ട്. അപ്പോൾ കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ വാ. ഒരു ക്ലിയർ കോൺഷ്യൻസോടെ നില്ല.
നമ്മൾ കർത്താവിന് മുമ്പാകെ നമ്മൾ തോന്നിയവാസം ചെയ്തിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ കോൺഷ്യൻസ് കിട്ടത്തില്ല കേട്ടോ. ഒരു ദൈവത്തിന് യോജിച്ച രീതിയിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ സംസാരത്തിൽ സത്യം കൊണ്ട് അരമുറുക്കണം. ആവശ്യമില്ലാതെ കള്ളം പറയുന്നത്, പിശാചിന് ഇട കൊടുക്കരുത്. നമ്മളൊരു ദൈവത്തിൽ എല്ലാ രീതിയിലും ഓർത്തോണം. നമ്മളൊരു ദൈവത്തിലാണ്, പിശാചിന് ഇട കൊടുക്കരുത്. നമ്മൾ വേണ്ടാത്ത പണി ചെയ്യുമ്പോഴത്തേക്കിടെ പിശാചിനൊരു ക്ലെയിമാണ്. അലറുന്ന സിംഹത്തെ പോലെ അവൻ നടക്കുക, ആരെ വിഴുങ്ങണമെന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഒരു വിശുദ്ധ ജീവൻ നയിപ്പാനായിട്ട് കർത്താവ് ഏവരെ സഹായിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന കർത്താവിനും ഇവിടെയുള്ള സഭാഷണം ബാക്കിയുള്ളവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കഥാനുദാസനെ ഞാൻ ഓർക്കുമായിരുന്നു. 20 വർഷം മുമ്പ്, 20 22 വർഷം മുമ്പ് ചർച്ച ഡിസൈൻ ചെയ്തപ്പോൾ സാധാരണ ഹോളുകളൊക്കെ ഇങ്ങനെ സ്റ്റേജ് അവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കുക, അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് മെറ്റിച്ചാൻ്റെ ഒരു ദർശനമായിരുന്നു. വചനത്തിൻ്റെ ചുറ്റും ഈക്വൽ അകലത്തിൽ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്, വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുക എന്നുള്ള ഒരു ദർശനം ദൈവം കൊടുത്താണ് ഈ ചർച്ച ഇങ്ങനെ ഡിസൈൻ ചെയ്തത്. കർത്താവ് തന്നെ സഹായിക്കട്ടെ. എല്ലാ കരങ്ങളും തന്നെ നേരെ നീട്ടി നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്തദാസനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ കരത്തിൽ നമ്മുടെ പ്രിയ സഹോദരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു. മുഴങ്കാലി പ്രാർത്ഥിക്കാൻ ഒക്കുന്നവർ മാത്രം മുഴങ്കാലി പ്രാർത്ഥിച്ച്, എല്ലാവരും അല്ല, ഒക്കുന്നവർ മാത്രം. പക്ഷേ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ സഹോദരനെ ദൈവം സഹായിക്കുവാൻ. കർത്താവെ, ജീവിച്ചിരിക്കുമോ എന്ന് ഭയം തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. എങ്കിലും അത് ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ അത് ഞങ്ങളെ ശക്തരാക്കി എന്ന് കൊരിന്ത്യരെഴുതി വായിക്കുന്നു. അങ്ങനെ പലരാൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ ദൈവകൃപ അത് നിമിത്തം സ്തോത്രം ചെയ്യുവാൻ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്തദാസനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രൊഫഷനപ്പുറത്ത് താനൊരു ദൈവദാസനാണല്ലോ കർത്താവെ. നിൻ്റെ മകനെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം തന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ വചനം ഞങ്ങൾ വായിക്കുന്നു. കടുതിരി താഴ്വരെ കൂടെ നടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കും. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരും. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. അവരെല്ലാവരും സിയോനിൽ ദൈവസന്ധി ചെന്നെത്തും. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന കർത്താവേ, എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യൗവനം കഴുകനെ പോലെ പുതുകി വരുത്തകൊണ്ട് വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന കർത്താവെ, അവർ മരണവാദിനോട് സമീപിച്ചു. സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ചവരെ വിടുവിച്ചു. അവരെ കുഴികളിൽ നിന്ന് കരയറ്റി. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്നുള്ള വചനമുണ്ടല്ലോ. അങ്ങയുടെ മകനെ കർത്താവെ, 30-ാം സംഘത്തെ ഞങ്ങൾ വായിക്കുന്നു. ഞാൻ പൊടിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിൻ്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ഞാൻ മൗനമായിരിക്കാതെ എന്നേക്ക് നിനക്ക് സ്തുതി പാടേണ്ടതിന് എൻ്റെ രട്ടടിച്ച് നീ എന്നെ സന്തോഷം ഉടിപ്പിച്ചു എന്നുള്ള വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങയുടെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിന് ഈ ശരീരാത്മദേഹികളെ കർത്താവ് ശക്തീകരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശരീരം ബലപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മേൽ ജീവൻ വ്യാപരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു വന്നത് ജീവൻ തരാനും സമൃദ്ധിയായി തരുവാനും, സാത്താൻ വന്നത് അറക്കാനും മുട്ടിക്കാനും മോഷ്ടിക്കാനും. എങ്കിലും കർത്താവെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണല്ലോ. അങ്ങയുടെ ഡിസിപ്ലിൻ എല്ലാ കർത്താവെ എൻ്റെ പ്രൊസീജിയേഴ്സിനായി, പ്രോസസ്സിനായി സ്തോത്രം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ സഭയായി കർത്താവെ ആയിരക്കണക്കിന് പേര് ഒരുമിച്ച്, ഒപ്പം തന്നെ യൂട്യൂബിലൂടെ കർത്താവെ കാണുന്നവരെല്ലാവരും ഒരുമിച്ച് നിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ബലഹീനമായ ഈ ശരീരത്തിന്മേൽ ഒരു ബലം വ്യാപരിക്കുവാൻ, രോഗബാധിതമായ കർത്താവെ അവയവങ്ങളുടെമേൽ ദൈവത്തിൻ്റെ കൃപയുടെ കടാക്ഷം ഉണ്ടാകുവാൻ, സ്പർശനമുണ്ടാകുവാൻ ഞങ്ങളെല്ലാവരും ചേർന്ന് എളിയവരായി ഞങ്ങളുടെ എല്ലാ ബലഹീനതകളുടെയും ഞങ്ങളുടെ എല്ലാ കുറവുകളുടെയും ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ ദാസന് വേണ്ടി കർത്താവ് യാക്കോബ് ലേഖനം പറയുന്നു, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നിൻ്റെ മകന് വേണ്ടി ഞങ്ങൾ ഒരുമനപ്പെടുന്ന കർത്താവേ, ഐക്യപ്പെടുന്ന കർത്താവേ, ഐക്യപ്പെടുന്ന കർത്താവേ. ദൈവമാണല്ലോ ഏറ്റവും വലിയ ശില്പി, ദൈവമാണല്ലോ ഏറ്റവും വലിയ ആർക്കിടെക്റ്റ്. നിൻ്റെ ശരീരം ഞങ്ങളെ ആർക്കിടെക്റ്റ് ചെയ്ത കർത്താവെ മെനഞ്ഞത് അങ്ങാണല്ലോ. അങ്ങയുടെ കരത്തിൽ നിൻ്റെ മകനെ ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അങ്ങ് നിൻ്റെ ദാസനെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്ന ആണിപ്പഴുതുള്ള കരം കൊണ്ട് തന്നെ തൊട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ പാൻക്രിയാസിൻ്റെ മേൽ, തൻ്റെ കർത്താവെ ലിവറിൻ്റെ മേൽ, തൻ്റെ ഓരോ
ആന്തരിക അവയവങ്ങളുടെ മേൽ അങ്ങയുടെ കരം വെക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമനപ്പെടുന്ന ഞങ്ങൾ, ഐക്യപ്പെടുന്ന ഞങ്ങൾ, നിൻ്റെ മകന് വേണ്ടി ഞാൻ ദൈവസഭ റാന്നിയിലുള്ളവരെല്ലാം ഒരുമിച്ച് ഐക്യപ്പെട്ട് കർത്താവെ, ഈ 21ാമത് റാന്നി കൺവെൻഷൻ്റെ 5-ാം ദിനം റാന്നിക്ക് നിൻ്റെ ദാസനെ ആവശ്യമാണല്ലോ. ഞങ്ങൾ റാന്നിക്കാരെല്ലാവരും ചേർന്ന് ഐക്യമത്യപ്പെട്ട് ഞങ്ങളുടെ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ റാന്നിയിലുള്ള എല്ലാ ദൈവമക്കളും ചേർന്ന് ഞങ്ങളുടെ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് റാന്നിക്കാർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരനെ തരണേ കർത്താവെ, ആരോഗ്യത്തോടെ തരണേ കർത്താവെ, ബലത്തോടെ തരണേ കർത്താവെ, ജീവനോടെ തരണേ കർത്താവെ, സാക്ഷിയാക്കി തരണേ കർത്താവെ. കർത്താവെ, നിൻ്റെ ജീവൻ്റെ സാക്ഷിയാക്കി നിൻ്റെ മകനെ തരണമേ എന്ന് ഞങ്ങളെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എൻ്റെ ബിലിറുബിന് എത്ര വരെ വന്നറിയോ? 51 ലോക റെക്കോർഡാണ്. ബിലിറുബിന് സാധാരണ 1 ആണ് അതിൻ്റെ അളവ്. അത് 51 വരെ വന്നിട്ട് ഓർഗൻസ് മുഴുവൻ ഡൗണായി. പക്ഷേ ആ ഓർഗൻസ് മുഴുവൻ കർത്താവ് അത് യഥാസ്ഥാനം കഴിഞ്ഞ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബിലിറുബിൻ 3 ആയി. 51 എന്ന് 3 വന്നു. എൻ്റെ ക്രിയാറ്റിൻ 3.5 ആയിരുന്നു, അത് 1.1 ആയി. ഹീമോഗ്ലോബിൻ 8 സംതിങ് ആയി. എന്ന് പറഞ്ഞാൽ എല്ലാം പഴയതുപോലെ കർത്താവ് നോർമലാണ്. കർത്താവിന് മഹത്വം. കരങ്ങളടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്ധ്യ തുടരുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകൾ പ്രിയപ്പെട്ട